ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നിപ്പോൾ 5th ജൂൺ. ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പണിങ്ങിന് മുന്നിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കാണുന്നത് 24,734 അങ്ങനെ ചെയ്യുന്നുണ്ട്. സോ ഞാൻ മാർക്കറ്റിൽ വലിയൊരു കറക്ഷനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ റൈസിൽ മാർക്കറ്റിൽ FIS എല്ലാം വരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി റേഞ്ച് ബൗണ്ടായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ പ്രകാരം 24,500 ആൻഡ് 25,200 ആ റേഞ്ചിൽ തന്നെയാണ് ഞാൻ ഇന്നും എൻ്റെ വ്യൂ കാണുന്നത്. സോ അപ്പോൾ ഞാൻ കുറച്ച് ഇന്നലത്തെ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ഈ ഡിക്സൺ ടെക്നോളജീനെ പറഞ്ഞിരുന്നു. സോ ഐ ഹോപ്പ് യു ഹാവ് ലുക്ക് ഡിക്സൺ ടെക്നോളജി. അതുപോലെ ഇന്നിപ്പോൾ പറയാനുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ചിട്ട് പറയാനുള്ള ഈ അഡാനി എയർപോർട്ട് 750 മില്യൻ്റെ ഒരു ബാങ്ക് കൺസോർട്ടിയം ഇൻ്റർനാഷണൽ ബാങ്ക്സ് ത്രൂ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻലി ബാങ്ക് വരുന്നത് നമ്മളെ ഇന്ത്യൻ ബാങ്ക് അല്ല, പണ്ട് വിജയമല്ല ഇതുപോലെ കൺസോർട്ടിയം ബാങ്ക്സ് ഇന്ത്യയിൽ നിന്ന് കുറേ പൈസ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ അഡാനിയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ബാങ്കുകൾ പറയാന്ന് വെച്ചാൽ ഫസ്റ്റ് അബുദാബി ബാങ്ക്, പിന്നെ വരുന്നത് ബാർക്ലേസ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. സോ അഡാനി എയർപോർട്ട് ഇപ്പോൾ ഏകദേശം 8 ഇന്ത്യൻ എയർപോർട്ട് കൺട്രോൾ ചെയ്യുന്ന അഡാനി ഗ്രൂപ്പാണ്. സോ അഡാനീൻ്റെ ഇന്നലെ ഞാൻ പറഞ്ഞു, അഡാനി എൻ്റർപ്രൈസസിൻ്റെ ആ സ്റ്റോക്ക് വാച്ച് ചെയ്യണം. അത് അഡാനി എൻ്റർപ്രൈസ് വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ട്രംപിൻ്റെ ടാരിഫ് കാരണം ഈ വേദാന്തൻ്റെ ഈ എക്സ്പോർട്സൊക്കെ ബാധിക്കും. മെയിൻലി അലുമിനിയം ഇൻഡസ്ട്രീസിനെ കൂടുതൽ ബാധിക്കത്. സോ അത് വേദാന്ത, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ ഇതുപോലത്തെ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യാം. TCSൻ്റെ ഡിവിഡൻഡ് 30 റുപ്യേൻ്റെ ഡിവിഡൻഡ് പേ ഔട്ട് കഴിഞ്ഞിട്ട് ഇന്ന് മാർക്കറ്റിലുണ്ടാവും TCSൻ്റെ. പക്ഷേ TCS അഗെയിൻ അതൊരു എൻ്റെ കൺസിഡറേഷനിൽ അതൊരു ബൈയിങ് സോൺ തന്നെയാണ്. TCSൻ്റെ ബിലോ 2,400 ആ റേഞ്ചിലൊക്കെ TCS കുറച്ച് ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനി ആയിരിക്കും TCS. അതുപോലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സിന് ഈ പോളാർ റിസർച്ച് വെസൽസ് ഉണ്ടാക്കാനുള്ള, ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡിങ് ഓൾ ടൈം ഹൈ ആണുള്ളത്. അതിൻ്റെ പ്രോഫിറ്റും ജമ്പ് 118% പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് കാണിക്കുന്നത്. 224 കോടി എന്നത് കോടിയിലൊക്കെ അതിൻ്റെ പ്രോഫിറ്റ് കമ്പയർ ടു 112 കോടിയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ലൊരു പ്രോഫിറ്റ് ജമ്പ് അത് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡിംഗ് ഉണ്ട്. അതൊക്കെ ഹോൾ ടൈം ആയാലും ഇപ്പോൾ ഉള്ളത്. സോ ലെറ്റസ് ഈ ഗാർഡൻ റീച്ചൊക്കെ കറക്റ്റിൽ കിട്ടിയാൽ കുറച്ച് വാങ്ങിക്കുന്ന നല്ല സ്റ്റോക്കായിരിക്കും അതൊക്കെ. അതുപോലെ FIS സെല്ലിംഗ് ആണ് ഞാൻ കാണുന്നത്. മാർക്കറ്റിൽ മാർക്കറ്റ് ഹൈ പോകുന്ന സമയത്ത് FIS സെല്ല് വരുന്നുണ്ട്. സോ നിഫ്റ്റിയിലേക്കും ഞാൻ കാണുന്ന റേഞ്ച് ഒരു 24,500 റേഞ്ചിലൊരു ബൈ സോണായിട്ട് ഞാൻ കാണുന്നത്. താങ്ക് യു ഫോർ ബീയിങ് മൈ ചാനൽ. പ്ലീസ്